പരിശുദ്ധമായ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് സമാധാനമാണ്, ശാന്തിയാണ്. വിശ്വാസികളുടെ ഹൃദയത്തിൽ മാത്രമല്ല സമാധാനം, അവിശ്വാസികൾക്ക് പോലും കരണീയമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം ദൃഢപ്പെടാൻ ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും അത് തന്നെയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഈ റബീഉൽ അവ്വൽ മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും കരണീയമാകുന്ന ചിന്തയാണ്. ആ ചിന്തയിൽ നിന്ന് ഉടലെടുത്തുകൊണ്ടാണ് പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീരൊപ്പണമെന്നുള്ള ഒരു മഹത്തായ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി നമ്മുടെ സംഘടന രൂപപ്പെട്ടതും വളരെ സുന്ദരമായ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ജനപങ്കാളിത്തത്തോടുകൂടി ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ജനങ്ങൾ മനസ്സിലേറ്റി എന്ന അർത്ഥത്തിൽ അത് നടന്നു വരുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന സംഘാടക പ്രവർത്തകർ, അവരെ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി എല്ലാ നിലക്കും പിന്തുണയോകുന്ന സഹോദര സഹോദരിമാർ, അല്ലാഹുവർക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. നാമുകമായി ദുആ ചെയ്യുക. അതുകൊണ്ട് തന്നെ പരിശുദ്ധമാകുന്ന ഇസ്ലാം ഒരു മുസ്ലിം ആകുന്ന സഹോദരന് ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ 60-70 വയസ്സിനിടയിലാണ് ഒരു മുസ്ലിമിന്റെ ആയുസ്. ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ അവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്ത് ചെയ്താൽ അവൻ വിജയിക്കും എന്നെല്ലാം പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തേക്ക് നൽകപ്പെട്ടതാകുന്ന പരിശുദ്ധമായ ഖുർആൻ മുഖേന, പ്രവാചകന്റെ വചനങ്ങൾ മുഖേന, ആ പ്രവാചകന് ശേഷം കടന്നു വന്ന അമ്പിയാക്കളുടെ അനന്തരാവകാശികളാകുന്ന ഉലമാക്കളുടെ കിതാബുകളുടെ ഇബാറത്തുകൾ മുഖേന വ്യക്തമായ രീതിയിൽ നമുക്ക് ആശയങ്ങൾ, നമ്മുടെ ആദർശങ്ങൾ മനുഷ്യന് മനസ്സിലാകുന്ന കോലത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, ഇതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. എല്ലാ വഴിയും കാറ്റലോഗിന്റെ വഴികാട്ടിയുടെ എല്ലാ വഴികളും നമ്മുടെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധമാകുന്ന ഖുർആൻ അറിയിച്ചതാകുന്ന മുന്നറിയിപ്പ് നരകത്തെ കുറിച്ച് വല്ലാത്തൊരു മുന്നറിയിപ്പാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആർക്കാണ് നരകമുള്ളത്, ആർക്കാണ് കത്തിജ്വലിക്കുന്നതാകുന്ന നരകം അല്ലാഹു സംവിധാനിക്കുന്നത് എന്ന് നമുക്കറിയാം. കള്ളു കുടിക്കുന്നവൻ, വ്യഭിചരിക്കുന്നവൻ, പലിശ തിന്നുന്നവൻ, ഹറാമായ പ്രവർത്തനങ്ങൾ, അല്ലാഹു വിലക്കിയതാകുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നവർ, ഇവർക്കൊക്കെ നരകമുണ്ട്, യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇന്ന് ഞാനതിൽ നിന്ന് വ്യത്യസ്തമായി എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് തീരദേശത്തുള്ള നിവാസികൾ, സഹോദര സഹോദരിമാർ, നേരത്തെ തന്നെ സദസ്സിൽ 8 മണിക്ക് തന്നെ എത്തിയതാകുന്ന പാവപ്പെട്ട ഉമ്മമാർ, ഇവർക്കൊക്കെ വേണ്ടി ഞാൻ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് നരകത്തിന്റെ മുന്നറിയിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ നൽകുന്നത് വിശുദ്ധമാകുന്ന ഖുർആനിൽ നിന്ന് നിസ്കരിക്കുന്നതാകുന്ന ഒരു വിഭാഗം ആളുകൾക്കാണ്. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 തട്ടുകളായിട്ട് വിഭജിച്ചു. ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുക. കുറഞ്ഞ സമയമാണ് നമുക്ക് ഇൽമു പഠിക്കാനുള്ളത്. ആ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, നാളെ നേരം വെളുത്ത് പല പരിപാടികളും നിക്കാഹുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്. അതിലെല്ലാം നമ്മൾ ഭാഗവാക്കാകേണ്ടതാണ്. പാണക്കാട് സയ്യിദങ്ങളും അതുപോലെ ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളും അടങ്ങുന്ന സാത്വികരായ ഉലമാക്കൾ, സയ്യിദന്മാർ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അതിലൊക്കെ പങ്കാളിത്തം വഹിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നവരാണ്. അതിനുവേണ്ടി നിങ്ങൾ പൂർണ്ണമായി ഒരുപക്ഷെ ഈ രാവ് ഉറക്കമൊഴിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോണമെന്നില്ല. അതുകൊണ്ട് കുറഞ്ഞ സമയമുള്ളൂ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വ്യക്തമാക്കി നൽകിയ അഫ്ദലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ സ്വലാത്ത്, മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകൾ വെച്ച് ഏറ്റവും മഹത്തായ കർമ്മമാണ് നിസ്കാരം എന്ന് പറയുന്ന ഈ മഹത്തായ കർമ്മം. 5 വഖത്ത് നമസ്കാരം, ഇത് വലിയൊരു മഹത്തായ കർമ്മമാണ്. ഒരു നിസാൽ പരിഹരിക്കപ്പെടേണ്ടുന്ന വസ്തുതയല്ല. ഇത് മുസ്ലിം ആകുന്ന മുത്തുനബിയുടെ സമുദായമാകുന്ന നമുക്ക് മാത്രം ഖാസായ ഒരു വസ്തുതയും അല്ല.
നമസ്കാരം എന്ന് പറയുന്ന ഈ ഒരു അമൽ മുൻകഴിഞ്ഞു പോയ സർവ്വ അമ്പിയാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു, അതത് സമുദായക്കാർക്കും നൽകിയിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രത്യേകമാകുന്ന 5 വഖത്തിലേക്ക് ചുരുക്കപ്പെട്ട് പ്രത്യേക സമയത്ത് സമയബന്ധിതമായി പ്രത്യേക കോലത്തിലും രൂപത്തിലും ഭാവത്തിലുമുള്ള നമസ്കാരം, അത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാകുന്നു നമുക്കുള്ളത്. മുൻകഴിഞ്ഞു പോയ സർവ്വ അമ്പിയാക്കൾക്ക് നമസ്കാരം ഉണ്ടായിരുന്നു, ഇബാദത്തുകൾ ഉണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാമിന് സുബഹി നമസ്കാരം കൊണ്ട് നിർബന്ധമാക്കിയിരുന്നു. ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വഖത്ത് നമസ്കാരങ്ങൾ കൊണ്ട് പ്രത്യേകമായി നൽകിയിരുന്നു. പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിക്കുമ്പോൾ ഖുർആനിന്റെ മുന്നറിയിപ്പാണല്ലോ, അതുകൊണ്ട് ഖുർആനിന്റെ 1-2 ആയത്തുകൾ അതിലേക്ക് ഞാൻ ഓതുകയാണ്. പരിശുദ്ധമാകുന്ന ഖുർആൻ നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധമായ ഖുർആനിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നിസ്കാരമുണ്ടെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മക്കൾക്ക്, കുടുംബങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ ശേഷം വരുന്ന പിൻഗാമികൾക്ക് എല്ലാം നിസ്കാരമുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. മഹാനവറുകൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറ ബീവിയെയും മകൻ ഇസ്മായിലിനെയും അള്ളാഹു എന്ന ജഗന്നിയന്താവിന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധമാകുന്ന കഅബയുടെ ഭൂമുഖത്ത് കൊണ്ടുവന്ന് വിട്ടേച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ ചെയ്ത പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലും വ്യക്തമാണ് അദ്ദേഹത്തിനും കുടുംബത്തിനും നിസ്കാരമുണ്ട്. بسم الله الرحمن الرحيم ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات. പരിശുദ്ധമാകുന്ന കഅബാലയത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിന്റെ കൽപ്പന പ്രകാരം പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറയെയും മകനാകുന്ന ഇസ്മായിലിനെയും അല്ലാഹു എന്ന ജഗന്നിയന്താവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിട്ടേച്ച് പോവുകയാണ്. യാത്ര തിരിഞ്ഞിട്ട് മഹാനവറുകൾ യാത്ര തിരിക്കുമ്പോ ഭാര്യയാകുന്ന ഹാജറ ബീവി ഓടി വന്നുകൊണ്ട് ചോദിക്കുന്നു, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ ഞങ്ങൾ ഈ പരിഭൂമിയിൽ വിട്ടേച്ച് പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ വ്യസനത്തോടുകൂടി ദുഃഖത്തോടുകൂടി മറുപടി നൽകിയത്രേ, നഅം യാ ഹാജറ, നഅം യാ ഹാജറ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്, പടച്ചറപ്പിന്റെ തീരുമാന പ്രകാരമത്രേ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നീങ്ങി തൊട്ടടുത്ത് കാണുന്ന ജബൽ അബൂ ഖുബൈസ് മലയുടെ താഴ്വാരത്ത് നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന നിർവഹിച്ചു അത്രേ. ആ പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. റബ്ബനാ ഇന്നി أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة. അല്ലാഹുവേ, പടച്ചറബേ, നിന്റെ കൽപ്പന പ്രകാരമാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറ ബീവിയെയും മകനാകുന്ന ഇസ്മായിലിനെയും ഈ പരിശുദ്ധമാകുന്ന കഅബാലയത്തിന്റെ ചുവട്ടിൽ ഈ മരുഭൂമിയിൽ വിട്ടേച്ച് പോകുന്നത്. അല്ലാഹ്, ഒരു പക്ഷി പറവാദികൾ കളകൂചനങ്ങൾ പൊഴിക്കാത്ത ഈ പച്ച മരുഭൂമിയിൽ ഒരു കോപ്പ് വെള്ളം മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്, അല്പം കാരക്ക മാത്രമാണ് അവശേഷിക്കുന്നത്.
ചെയ്യുന്നത് റബ്ബേ, അത് തീർന്നു കഴിഞ്ഞാൽ അവർ ഈ ലോകത്ത് നിന്ന് വിട പറയുമല്ലോ അല്ലാഹ്. അതുകൊണ്ട് ഫജഅൽ അഫ്ഇദതൻ മിനന്നാസ് തഹ്വീ ഇലൈഹിം വർസുഖുഹും മിനസ്സമറാത്ത്. അല്ലാഹുവേ, അവരിലേക്ക് ഒരു കൂട്ടം ആളുകളുടെ, ഒരു കൂട്ടം കച്ചവടക്കാരുടെ ഹൃദയത്തെ നീ തിരിക്കണേ അല്ലാഹ്. ഒരു കൂട്ടം കച്ചവടക്കാരുടെ ഹൃദയത്തെ അവരിലേക്ക് നീ തിരിക്കണേ അല്ലാഹ്. എന്തിനു വേണ്ടി? ലബ്ബനാ ഒരു കൂട്ടം കച്ചവടക്കാർക്ക് മരുഭൂമിയിലേക്ക് വന്ന് പരിശുദ്ധമാകുന്ന കഅബാലയത്തിന്റെ ചുവട്ടിൽ വന്നുകൊണ്ട് അവർ തമ്പടിച്ച് താമസിച്ചുകൊണ്ട് കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോ ഈ പരിശുദ്ധമാകുന്ന കഅബാലയത്തിന്റെ ചുവട്ടിൽ ജനങ്ങൾ തിങ്ങി പാർക്കുമ്പോ ഇബാദത്തുകൾ കൊണ്ട് സജ്ജമാകും നിസ്കാരമെന്ന മഹത്തായ കർമ്മം നടക്കും. റബ്ബേ റബ്ബനാ ലിയുഖീമുസ്സലാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറയും എന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലും നമസ്കാരം നിർത്തുന്നതിന് വേണ്ടിയാണ്, നിസ്കാരം ഉപേക്ഷിക്കാതെ ഇബാദത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയത്രേ. നിസ്കാരം ഒരു മഹത്തായ കർമ്മമാണ്. നിസ്കാരം അത് മുത്തുനബിയുടെ സമുദായത്തിന് മാത്രമുള്ളതല്ല, അത് മുൻകഴിഞ്ഞു പോയ സർവ്വ അമ്പിയാക്കൾക്കുമുണ്ട്. അബുൽ അംബിയ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കുടുംബത്തിന് നിസ്കാരമുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ, ഏതു ഖുർആൻ മുത്തുനബിക്ക് നൽകപ്പെട്ടതാകുന്ന, നമുക്ക് നൽകപ്പെട്ടതാകുന്ന വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളിങ്ങനെ നോക്ക്, ഖുർആനിലെ ആയത്ത് ഓരോന്ന് ഓതി പറയാൻ സമയമില്ല. നരകത്തെ കുറിച്ച് പറയേണ്ടതാണ് നമുക്ക്, അതിലേക്ക് കൊണ്ടുപോവുകയാണ് വിഷയം. ഓരോ പ്രവാചകന്മാരെയും പരിശുദ്ധമാകുന്ന ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. 25ഓളം പ്രവാചകന്മാരുടെ പേരുകൾ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിക്കടി ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുന്നു. ആ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ഹാഖ് നബിയെയും യഅഖൂബ് നബിയെയും പറഞ്ഞെടുത്ത് വീണ്ടും പറയുന്നു നിസ്കാരത്തെ. അവർക്കുമുണ്ടായിരുന്ന നിസ്കാരം. وَوَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ وَكُلًّا جَعَلْنَا نَبِيًّا وَجَعَلْنَاهُمْ أَئِمَّةً يَهْدُونَ بِأَمْرِنَا وَأَوْحَيْنَا إِلَيْهِمْ فِعْلَ الْخَيْرَاتِ وَإِقَامِ الصَّلَاةِ وَإِيتَاءِ الزَّكَاةِ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, മക്കളില്ലാതിരുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് അതാ ഇസ്ഹാഖെന്നും യഅഖൂബെന്നും സന്താന പരമ്പരകളെ നാം നൽകിയില്ലയോ? വകുല്ലൻ ജഅൽനാ നബിയ്യാ. അവരെല്ലാം പ്രവാചകരായി നാം നിയോഗിക്കുകയും ചെയ്തില്ലയോ? വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന بأمرنا وأوحينا إليهم فعل الخيرات. അവരെല്ലാം സമുദായത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ, അതെ അവരെല്ലാവരും നേതൃപടവും അലങ്കരിക്കുന്ന വ്യക്തികളായി നാം അവരെ മാറ്റിയില്ലയോ? وأوحينا إليهم فعل الخيرات وإقام الصلاة. അവരിലേക്കെല്ലാം നിങ്ങൾ സുഗർദം ചെയ്യണേ, നന്മകൾ പ്രവർത്തിക്കണേ എന്ന് പറയുന്നതിനോടൊപ്പം നിസ്കാരം നിലനിർത്താനും നാം ഉത്ബോധനം ചെയ്തു അത്രേ. പരിശുദ്ധമായ ഖുർആനിൽ 6666 ആയത്തുകൾ ഉണ്ടെങ്കിൽ എന്തിനാണ് ആ ഒരു പരിശുദ്ധമാകുന്ന ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു പദം അവർക്ക് നമസ്കാരം ഉണ്ടായിരുന്നു എന്നുകൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയിരിക്കുന്നത്?
മറ്റൊന്നുമല്ല, പരിശുദ്ധമാകുന്ന ഖുർആനിൽ മൂജസായ വലിയ അർത്ഥത്തിലേക്ക് കുറിക്കുന്ന ചെറിയ വാക്കുകളുള്ള വിശുദ്ധമാകുന്ന ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈ ആയത്ത് ഉപേക്ഷിക്കാമായിരുന്നു. പക്ഷേ ഈ ആയത്ത് അങ്ങനെ വെറുതെ ഉപേക്ഷിക്കാൻ പറ്റൂല. കാരണം ഇതിനുള്ളിലുള്ള അർത്ഥങ്ങൾ മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ അറിയേണ്ടതാണ്. നിസ്കാരം എന്ന് പറയുന്ന മഹത്തായ കർമ്മം നമുക്ക് മാത്രമുള്ളതല്ല. മുൻകഴിഞ്ഞു പോയിട്ടുള്ള സർവ്വ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹത്തുക്കൾ സർവ്വ ആളുകൾക്കും ഉണ്ടായിരുന്നു. എല്ലാ പ്രവാചകന്മാർക്കും അതത് സമുദായക്കാർക്കും ഉണ്ടായിരുന്നു. ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇബ്രാഹിം നബി, അവരുടെ മക്കൾക്ക് സന്താന പരമ്പരകൾക്ക് നമസ്കാരം ഉണ്ടായിരുന്നു. റബ്ബി ജഅൽനി മുഖീമസ്സലാ റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, എനിക്കും എന്റെ മക്കൾക്കും സന്താന പരമ്പരകൾക്കും നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ, അതിനുള്ള തൗഫീഖ് നൽകണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കുടുംബത്തിന് നിസ്കാരമുണ്ട്. പരിശുദ്ധ ഖുർആനാണ് ഈ ആയത്ത് പറയുന്നത്. ഓരോ ആയത്തെടുത്ത് നോക്കി, ഓരോ ആയത്തുകൾ നോക്കി. ബനൂ ഇസ്രായേൽ സമൂഹത്തിലേക്ക് മദീന എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകനാണ് ശുഐബ് നബി അലൈഹിസ്സലാം. ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചതും ആ സമുദായത്തിനാണ്, ബനൂ ഇസ്രായേൽ സമൂഹം. ആ ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചതാകുന്ന ശുഐബ് നബി അലൈഹിസ്സലാം ആ സമുദായത്തിന് നിസ്കാരം കൊണ്ട് കൽപ്പിച്ചപ്പോൾ ആ സമുദായം അദ്ദേഹത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകും ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിനും അദ്ദേഹത്തിനും നിസ്കാരം ഉണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖാലൂ യാ ശുഐബ് أصلواتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل ما نشاء. ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിന്റെ സമുദായമാകുന്ന ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ മദീന പ്രവിശ്യകൾ ചോദിച്ചു അത്രേ, ഓ ശുഐബ് നബിയേ, ശുഐബ് നബിയേ, അസ്സലവാതുക തഅമുറുക, നിന്നെ കൊണ്ടുവന്ന നിസ്കാരമുണ്ടല്ലോ, നീ കൊണ്ടുവന്നതായ നമസ്കാരം എന്ന കർമ്മമുണ്ടല്ലോ, അത് നിന്റേതാകുന്ന ഞങ്ങൾ ആരാധിക്കുന്നതായ പൂർവികരാകുന്ന പിതാക്കൾ കാണിച്ചു തന്നതായ ആരാധന കർമ്മങ്ങൾ, ശിലാദൈവങ്ങളെ ആരാധിക്കുന്നതിന് വിട്ടുകൊണ്ട് അത് നിന്നെ പിൻപറ്റാനാണോ ഞങ്ങളോട് നീ കൽപ്പിക്കുന്നത്? ശുഐബേ, നടക്കൂല. നിസ്കാരം ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരൂല. ഒരിക്കലും തന്നെ ഞങ്ങളുടെ ശിലാദൈവങ്ങൾ, വിഗ്രഹങ്ങളെ വിട്ടിട്ട് നിന്നിലേക്ക് ഞങ്ങൾ ഒരിക്കലും സുജൂദ് ചെയ്യാൻ വരൂല. നീ പറയുന്ന ഏകദൈവമാകുന്ന അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് നമ്മുടെ ശിരസ്കരനാകാൻ ഞങ്ങളെ കിട്ടൂല. ചുരുക്കത്തിൽ എന്ന ഈ ആയത്തിൽ നമുക്ക് മനസ്സിലായി ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാമിന് അദ്ദേഹത്തിന്റെ സമുദായത്തിന് നിസ്കാരമുണ്ടായിരുന്നു. നമസ്കാരം കൊണ്ട് അള്ളാഹു കൽപ്പിച്ചു. ഇതൊക്കെ ഞാൻ ഓതി പറയുന്ന മുഴുവൻ ഖുർആനായത്താണ്. ഖുർആനല്ലാത്ത ഒന്നും ഞാൻ ഓതൂല, ഹദീസ് അല്ലാത്തതൊന്നും പറയൂല, ഇമാമിങ്ങളുടെ ഇബാറത്തല്ലാത്തതൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് തരൂല. എന്റെ വക ഒന്നും ഉണ്ടാവൂല, കൂട്ടിച്ചേർക്കൽ ഉണ്ടാവൂല. ഒക്കെ ഖുർആനായത്താണ്. ഉസ്താദുമാര് സാക്ഷിയാണ്, മുതഅല്ലിമീങ്ങളെ സാക്ഷിയാണ്. ഖുർആനായത്താണ് ഈ പറഞ്ഞത്. ഇങ്ങനെ നോക്കിയോടെ ഈ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, എന്തിനാ ഞാനിത് പറയുന്നത്? പരിശുദ്ധമാക്കപ്പെട്ട മദ്രസയുടെ കലാലയങ്ങളിൽ പ്ലസ് ടു വരെ പഠിച്ചിറങ്ങിയതാകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കുന്നതാകുന്ന മക്കൾ മുത്തമ്പള്ളി ജമാഅത്തിൽ നിസ്കാരം നടക്കുന്ന സമയത്ത് പോസ്റ്റ് മറിച്ചിട്ടിട്ട്, റോഡരികിരുന്നിട്ട് പോസ്റ്റ് മറിച്ചിട്ടിട്ട് ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിന്റെയും ലോകത്ത് വിഹരിക്കുന്നതാകുന്ന ഈ കാലഘട്ടത്തിൽ
നിസ്കാരങ്ങൾക്ക് ബദ്ധശ്രദ്ധ പതിപ്പിക്കാത്ത ഈ സമൂഹമുള്ള കാലഘട്ടത്തിൽ എന്തുകൊണ്ടും പ്രസക്തമാണ് ഈ വിഷയം. എന്തുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ആയത്തുകൾ, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ അറിയാതെ പോകാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളല്ലേ, വിശുദ്ധമാകുന്ന ഖുർആനിന്റെ ഓരോ ആയത്തുകളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഓരോ ആയത്തുകളും പഠന വിധേയമാക്കേണ്ടതുണ്ട്. പരിശുദ്ധമാകുന്ന ഖുർആനിലെ ആയത്തുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി പറയുന്നത്. കേൾക്കിൻ, പഠിക്കിൻ, ജീവിതത്തിൽ കൊണ്ടുവരിൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ് മൂസാ നബിയുടെ വസ്തുത. വഅന അഖ്തറുതുക ഫസ്തമിഅ ലിമാ യൂഹാ ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി وأقم الصلاة لذكري وأنا اخترتك فاستمع لما يوحى. മൂസാ നബിയെ, നിങ്ങളെ നാം പ്രവാചകരായി തിരഞ്ഞെടുത്തിരിക്കുകയാ. അള്ളാഹുവിന്റെ തിരുദൂതരായി നിങ്ങളെ നാം പ്രമോട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്തമിഅ ലിമാ യൂഹാ, നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ, നിങ്ങൾക്ക് നൽകുന്നതായ ഉത്ബോധനത്തെ, ആശയത്തെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യണേ. ഇന്നനി അനല്ലാഹ്, ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. നിങ്ങൾക്ക് നാം നൽകുന്ന ആദ്യത്തെ ഉപദേശം, ഈ ലോകത്തിന്റെ അധിപനായി, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായി, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായി ഞാനല്ലാതെ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. ഞാനല്ലാതെ ആരാധനക്കർഹൻ ഒരാളുമില്ല. അതുകൊണ്ട് ഫഅബ്ദുനി, എന്നെ ആരാധിക്കണേ. വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ സ്മരിക്കാൻ, എന്നെ ഓർക്കാൻ നിസ്കാരം മുറപോലെ നിർവഹിക്കണേ. ജീവിതത്തിൽ നിസ്കാരം കൊണ്ടുവരണേ മൂസാ നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഓർമ്മപ്പെടുത്തുന്നു നിസ്കാരം നിലനിർത്തുന്നത്. ഏത് പ്രവാചകനെ പറയാത്ത, ഏത് പ്രവാചകനെ പറയാത്ത ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം മക്കളില്ലാതെ നൊമ്പരപ്പെട്ടു. കാലാകാലം നമ്മളിൽ അത്തരത്തിലുണ്ടാവും. അള്ളാഹു സാലിഹായ മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് നൽകിയിട്ടുള്ള മക്കളെ അള്ളാഹു സാലിഹീങ്ങളിലും ആബിദീങ്ങളിലും ഹാഫിദീങ്ങളിലും ഉൾപ്പെടുത്തുമാറാവട്ടെ. സക്കരിയ നബി അലൈഹിസ്സലാം മക്കളില്ലാതെ നൊമ്പരപ്പെട്ടിരുന്നു. ബഹുമാനപ്പെട്ട മറിയം ബീവി അലൈഹിസ്സലാം മഹദിയുടെ സുവിധത്തിലേക്ക് എപ്പോഴും കടന്നു ചെല്ലുമ്പോ മറിയം ബീവിയുടെ മാമയാണ്, അമ്മാവനാണ് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം. ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അതൊക്കെ ഒരു വിശാലമാകുന്ന ചർച്ച, അങ്ങോട്ടൊന്നും പോകാൻ സമയമില്ല. മറിയം ബീവിയുടെ കഫാലത്ത്, മറിയം ബീവിയുടെ പോറ്റ് വളർത്തൽ ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമിനാണ്. അദ്ദേഹത്തിന് കിട്ടിയ ചരിത്രമൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയെ കാണാൻ വേണ്ടി എപ്പോഴും കടന്നു ചെല്ലുമ്പോ മറിയം ബീവിയുടെ സവിധത്തിൽ ഉഷ്ണകാലത്ത് കിട്ടേണ്ടുന്നതാകുന്ന കിട്ടാക്കനികൾ, പല ഫലങ്ങളും ഒക്കെ അവരുടെ കയ്യിൽ വശം. ശൈത്യകാലത്ത് ഉണ്ടാകേണ്ട പല പഴങ്ങളും ഫലങ്ങളും ഒക്കെ ഉഷ്ണകാലത്ത് മറിയം ബീവിയുടെ കയ്യിൽ കിട്ടും. മറിയം ബീവിയോട് ചോദിച്ചു, അന്നാലക്കി ഹാദാ, ഇത് എവിടെ നിന്ന് നിനക്ക് കിട്ടിയ? ഖുർആനാണ്. ഖുർആന ചരിത്രം പറയുന്ന സൂറത്ത് മറിയമിലൂടെ വിശാലമായ ചരിത്രമാണ്. മറിയം മാത്രം നമുക്കൊരു വിഷയമാണ്, വലിയൊരു ചർച്ചാ വിഷയമാണ്. അന്നാലക്കി ഹാദാ, എവിടെന്നാണ് നിനക്ക് ഇത് കിട്ടിയത്? പറഞ്ഞു, കാലത്ത് മിൻ ഹുവ മിൻ ഇൻദില്ലാ, ഇത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. തഖ്വയിൽ അധിഷ്ഠിതമാകുന്ന ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും വമൻ യത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അല്ലാഹുവാണ് ഈ ലോകത്തുള്ള സർവ്വർക്കും ആഹാരം നൽകുന്നവൻ. തഖ്വയിൽ അധിഷ്ഠിതമാകുന്ന ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിക്കും അല്ലാഹു ആഹാരം നൽകുന്നത് പോലെ എനിക്കും അല്ലാഹുവാണ് ആഹാരം. മറിയം ബീവിയുടെ മറുപടി ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമിന്
മനസ്സിലായി. ഉഷ്ണകാലത്ത് കിട്ടേണ്ടുന്നതാകുന്ന ഫലങ്ങൾ ശൈത്യകാലത്ത് മാത്രം കിട്ടുന്നതാകുന്ന ഫലങ്ങൾ ഉഷ്ണകാലത്തും കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇത് മലക്കുകളാണ്. ഇത് സ്വർഗീയ ആഹാരമാണ്, സ്വർഗീയ വിഭവമാണ്. മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടെന്നറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം ആ സ്ഥലത്ത് നിന്ന് ഇബാദത്തിന് വേണ്ടി അല്പസമയം ചോദിച്ചു വാങ്ങി. മഹാനവറുകൾ അവിടെ ഇബാദത്തുമായി കഴിഞ്ഞു. അങ്ങനെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടിയപ്പോൾ പരിശുദ്ധമാകുന്ന ഖുർആൻ പറയുന്നു, ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് കടന്നു വരികയാണ് മലക്ക്. സന്തോഷ വാർത്ത അറിയിക്കുന്നു, മകനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം ഫനാദതുഹു الملائكة وهو قائم يصلي في المحراب. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം മക്കളില്ലാതിരുന്നപ്പോ മാനവറുകൾ ആവലാതി പറഞ്ഞത് ഈ ലോകത്തിന്റെ അധിപരിലേക്കാണ്, സൃഷ്ടികർത്താവിലേക്കാണ്. ഒരു ഡോക്ടറിന്റെ സമിതത്തിലേക്ക് ഓടിയില്ല, ഒരാളുടെ സമിതത്തിലേക്കും പോയില്ല. ആദ്യമായിട്ട് ആവലാതി പറഞ്ഞത് ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവിലേക്കാണ്. അള്ളാഹുവിലേക്ക് ആവലാതിപ്പെട്ടപ്പോ, അവനിലേക്ക് ഓവലാതി പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ സമിതത്തിൽ വന്ന മലക്കുകൾ വിളിക്കുകയാ, യുബശ്ശിറുക ബിഗുലാം ഇസ്മുഹു യഹ്യാ ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയാ. ഇതുവരെ യഹ്യ എന്ന ഒരു നാമത്തിൽ ഒരാള് പോലുമില്ലായിരുന്നു. അത്തരത്തിലുള്ള സുന്ദരമായ ഒരു നാമം കൊണ്ട് ഇതാ നിങ്ങളുടെ മകനെ നാം അനുഗ്രഹിക്കുകയാ. യഹ്യ എന്ന ഒരു കുട്ടിയെ അല്ലാഹു നിങ്ങൾക്ക് ഉടനെ സമ്മാനിക്കാൻ പോകുന്നു. യഹ്യ നബിയെ, യഹ്യ എന്ന ഒരു മകനെ പ്രവാചകനായി നിയോഗിക്കാനും പോകുന്നു. യഹ്യ എന്നൊരു മകനെ നൽകുന്നു, പ്രവാചകനായിട്ട് നിയോഗിക്കാനും. എപ്പോഴാ ഇത് പറയുന്നത്? ഫനാദതുഹുൽ മലായികത്തു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മഹ്റാബ്. മഹാനവറുകൾ മുസല്ലയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ, മെഹ്റാബിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ, ഖുർആനാണ് ഈ പറയുന്നത്. ഈ ഓതി ആയത്തുകളെല്ലാം നിങ്ങൾ ചേർത്ത് നോക്കി, എല്ലാ പ്രവാചകന്മാർക്കും നിസ്കാരമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. മുത്തുനബിയുടെ സമുദായത്തിന് മാത്രം ഖാസായി നൽകിയത് 5 വഖത്ത് നമസ്കാരം കൂടിയാണ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ ഉണ്ട്, അതെല്ലാം കൂടി ഞാൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം തൊട്ടിൽ കടന്നുകൊണ്ട് അവസാനമായിട്ട് പറഞ്ഞില്ലേ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹു എന്നെ പ്രവാചകനായിട്ട് നിയോഗിച്ചതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു, നമസ്കാരം കൊണ്ടും സകാത്ത് കൊണ്ടും ഞാൻ പൂർണ്ണമായി കഴിയണമെന്ന്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിന്റെ വാക്യമാണ് തൊട്ടിലിൽ കടന്നു കൊണ്ടുള്ള വാക്യം. ആ വാക്യത്തെ പരിശുദ്ധമാകുന്ന ഖുർആൻ എടുത്തുദ്ധരിക്കുന്നു. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാർക്കും നിസ്കാരമുണ്ടായിരുന്നു. എന്തിനാണ് ഞാനിത് ഉൾപ്പെടുത്തിയത്? നിസ്കാരം എന്ന് പറയുന്ന കർമ്മം ഇന്ന് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. വലിയൊരു ഭാരമായിട്ട് മുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിയണം, നമ്മൾ പഠിച്ചു വെക്കണം. നിസ്കാരം എന്ന് പറയും നമുക്ക് മാത്രമുള്ളതല്ല, മുൻകഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കൾക്കുമുണ്ട്, അവരുടെ സമുദായക്കാർക്കുമുണ്ട്. പക്ഷെ 5 വഖത്ത് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട റജബ് 27-ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവുമായിട്ട് നേരിട്ട് കണ്ടുമുട്ടിയപ്പോ പടച്ചറപ്പ് നൽകിയതാണ് ഈ 5 വഖത്ത് നമസ്കാരം. അത് 50 വഖത്തായിരുന്നു, ചുരുക്കപ്പെട്ട 5. പരിശുദ്ധമാകുന്ന ഖുർആൻ അല്ലാഹുവിന്റെ കലാം പറഞ്ഞു, ആ നമസ്കാരം സമയബന്ധിതമാണ്. സമയത്ത് നിസ്കരിക്കണം, അതൊരു വലിയ ഫലമാണ്. സമയത്തല്ലാത്ത നിസ്കാരത്തിന് അത് വലിയ ഫലം കുറവുമാണ്, അവന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. إن الصلاة كانت على المؤمنين كتابا موقوتا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്,
നമസ്കാരം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളുടെ മേലും എല്ലാവരുടെ മേലും സമയം നിർബന്ധമായി ബന്ധിക്കപ്പെട്ടതത്രേ. 5 വഖത്ത് നമസ്കാരം അത് അതിന്റെ സമയത്ത് തന്നെ അതാ ആയിട്ട് നിർവഹിക്കണേ. നമസ്കാരത്തിൽ ശ്രദ്ധ പതിപ്പിക്കണേ. നബിയുനാ റസൂലുള്ളാഹി നമസ്കാരത്തിൽ ടൈം നിർബന്ധിക്കപ്പെട്ടതാ. ഒരു സമയമുണ്ട്, ആ സമയത്തിനനുസൃതമായിട്ട് നിസ്കരിക്കണം. തോന്നുമ്പോൾ നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കുന്നതിനില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാണ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ആ നിസ്കാരത്തിന് ഒരു ടൈം ടേബിൾ കൊണ്ടുവരണം. 5 വഖത്ത് നമസ്കാരം പരിശുദ്ധമാകുന്ന ഖുർആൻ പറയുന്നു അത് സമയബന്ധിതമാണ്. നിനക്ക് തോന്നുന്നത് പോലെ ചെയ്യാനുള്ളതാകുന്ന കർമ്മമല്ല. നമ്മുടെ ഇഷ്ടാനുസാരണം തോന്നുമ്പോൾ അത് നിസ്കരിക്കാം, പറ്റൂല. വിശദമാകുന്ന ഇസ്ലാം അങ്ങനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ നമ്മുടെ നമസ്കാരം ബലവത്താവുകയുമില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 3 ആളുകളുടെ നിസ്കാരം സ്വീകരിക്കൂല. 3 ആളുകളുടെ. അതിൽ ഏറ്റവും ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് യഅതി സ്വലാത്ത ഇദ്ബാറാ يأتي الصلاة إدبارا يأتيها بعد وقتها. നമസ്കാരത്തെ അതിന്റെ സമയത്ത് കൊണ്ടുവരാതെ എപ്പോഴും ഭിന്നിപ്പിക്കുന്നതായ ആളുകളുണ്ടോ അവരുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറബിന് നമസ്കരിക്കേണ്ടുന്ന കൊടുക്കേണ്ടുന്ന സമയത്ത് നമസ്കാരങ്ങൾ പൂർണ്ണമായി നിർവഹിക്കണേ. അല്ലാത്ത സഹോദരന്റെയോ സഹോദരിയുടെയോ നിസ്കാരം അല്ലാഹുവിന് വേണ്ട. എപ്പോഴും പിന്തിച്ച് നിസ്കരിക്കുന്നവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ലത്രേ. എത്രയോ ഉമ്മമാരാണ്, എത്രയോ സഹോദരങ്ങളാണ് നമസ്കാരങ്ങളെ അനാവശ്യമായി പിന്തിപ്പിക്കുന്നത്. ളുഹർ നമസ്കാരത്തെ കൊണ്ടുവന്ന അസറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അടുക്കളയിലെ ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് നിസ്കരിക്കുന്ന ഉമ്മമാര് ഈ കേരളത്തിൽ അധികരിച്ചില്ലയോ? അഴീക്കോടുള്ള ഉമ്മമാരിൽ അധികവും അത്തരത്തിലല്ലയോ? അധികവും അത്തരത്തിൽ തന്നെയാണ്. ളുഹർ നമസ്കാരം കൊണ്ടുവന്ന് അസറിന്റെ തൊട്ട് മുമ്പ് മുസല്ലിയിൽ നിസ്കരിക്കും. അത് കഴിഞ്ഞാലുടനെ അസറിന്റെ ഭാഗമായി പിന്നെ അസർ നിസ്കരിക്കുക. ഇതിങ്ങനെ ഡെയിലി അത് നിസ്കരിക്കുന്നില്ലേ? പോരാ. നിസ്കരിക്കുന്നത് മാത്രം പോരാ, നിസ്കാരം കറക്റ്റ് ടൈം ആകണം, ടൈം ടേബിൾ ഉണ്ടാവണം. ക്ലാസ്സിൽ +2 7 പീരീഡ് ഉണ്ട്. ഓരോ മണിക്കൂർ വീതം വിധിച്ചിരിക്കാൻ. രാവിലെ ഫസ്റ്റ് നടക്കുന്നത് പൊളിറ്റിക്സ് ആണെങ്കിൽ വൈകിട്ട് നടക്കുന്നത് കെമിസ്ട്രി ആണെങ്കിൽ ഇവൻ കയറി വരുന്ന ഏതെങ്കിലും ഒരു ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും. രാവിലെ വരേണ്ട ഒരു ക്ലാസ്സിന് വൈകിട്ട് വന്നാൽ എങ്ങനെ? വൈകിട്ടത്തെ പീരീഡിന് വന്നാൽ ശരിയാവും എന്ന് പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റത്തിരുത്തലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇബാദത്തുകൾക്ക് പോലും ശരിക്കും കർമ്മോത്സുകത കിട്ടൂല, പൂർണ്ണമായ പ്രതിഫലം കിട്ടൂല. അത്തരത്തിലുള്ള ആളുകളുടെ നിസ്കാരം തന്നെ സ്വീകരിക്കൂല. എപ്പോഴും ഭിന്നിപ്പിക്കുന്നവന്റെ നബിയുനാ റസൂലുള്ളാഹി. എത്രയോ ആളുകളുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ളുഹർ നമസ്കാരവും അസറും മഗ്രിബും എല്ലാം കൊണ്ടുവന്ന് ഇശയുടെ കടയടച്ചതിന് ശേഷം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് നേരെ വന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കാം. ളുഹറും അസറും മഗ്രിബും എല്ലാം കൂടി ഒന്നിച്ച് ജമ്മാക്കി അങ്ങ് നിസ്കരിച്ച് അടിച്ചു നിൽക്കാം. അങ്ങനെ നിസ്കരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹുവിന് വേണ്ട, അല്ലാഹു സ്വീകരിക്കൂല. സുബഹി നമസ്കാരം പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയുടെ അകത്തളങ്ങളിൽ നിന്ന് മിനാരങ്ങളിലൂടെ ബാങ്ക് വിളി കേട്ടിട്ട് ആ ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് കട തുറക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവൻ, ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ഇറങ്ങി നടക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവൻ, ഇല്ലെങ്കിൽ അവൻ മത്സ്യം തേടിക്കൊണ്ട് കടപ്പുറത്തേക്കോ അല്ലെങ്കിൽ അങ്ങോട്ടോ കടലിനകത്തേക്കോ ഇറങ്ങിത്തിരിക്കുന്നവൻ, അവൻ നമസ്കരിക്കാതെ പോകുന്നുണ്ട് എങ്കിൽ അവൻ നമസ്കാരം പിന്നീട് നിർവഹിക്കുന്നത് ളുഹറിന്റെ തൊട്ടു മുമ്പ് വന്ന് പള്ളിയിൽ യാതൊരു മടിയില്ലാതെ ഉളുപ്പില്ലാതെ കൈവക്ക് നിൽക്കുകയാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ നിസ്കാരം സ്വീകരിക്കൂല. ഇത് എപ്പോഴുമുള്ള പ്രവൃത്തിയാണെങ്കിൽ, അവന്റെ ആദത്താണെങ്കിൽ അള്ളാഹു നിസ്കാരം സ്വീകരിക്കൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാതൊരുവിധ കാരണവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ നമസ്കാരത്തെ കൂട്ടിച്ചേർത്ത് നിസ്കരിക്കുന്നവൻ അവന്റെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പാപികളുടെ ഗണത്തിലാണ് ആ നമസ്കാരത്തെ പെടുത്തുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ജമഅ ബൈന സ്വലാത്തൈനി ബിലാ ഉദ്ർ
فقد أتى بابا عظيما